നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണം. ഇവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. മതി. മോളെ കൂടെ താമസിപ്പിക്കാനുള്ള എന്റെ അച്ഛന്റെ അമ്മയുടെ അനുവാദം എനിക്ക് കിട്ടി. ഇനി മറ്റാരുടെ സമ്മത അനുവാദം എനിക്ക് ആവശ്യമില്ല. മോളെ, മോൾക്കിനി ഈ വന്ദനമ്മയോടൊപ്പം വന്ദനമ്മയുടെ വീട്ടിൽ കഴിയാം. സാഗർ, കുട്ടിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് എന്റെ മോള് വല്ലാതെ ഇമോഷണലായിപ്പോയി. ആരോടും അനുവാദം ചോദിക്കുന്നില്ല എന്ന് അവള് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ്. ക്ഷമിക്കണം. കുട്ടിയെ കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് അനുവാദം ചോദിക്കുക. എന്റെ മോള് എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. രാജീവിന്റെ സ്വത്തോ പണമോ സ്ഥാനമാനങ്ങളോ ഒന്നും ഞങ്ങൾ മോഹിക്കുന്നില്ല. കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ. അവളെ ഞങ്ങളോടൊപ്പം വിടണം. നിങ്ങൾ കരുതും പോലെ ക്രൂരനും സ്വാർത്ഥനൊന്നും അല്ല സാഗർ. വകതിരിവോടെ ചിന്തിച്ച് സാഹചര്യങ്ങളെ നേരിടുന്നവനാ. പിന്നെ രാഖി, അവള് പലപ്പോഴും അവളുടെ അമ്മയോടും ദിയമോളോടും ഒക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് സ്നേഹക്കുറവുകൊണ്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാ ദിയമോളെ വിട്ടുതരാൻ സാധ്യമല്ലെന്ന് അവളും ശടിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ദിയമോളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നാൽ അത് ദിയമോൾക്ക് സങ്കടമാവും. ചിലപ്പോ കുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ തെറ്റിയെന്ന് വരാം. അതുണ്ടാകരുത്. അവളെ കൊണ്ടുപോയിക്കോളൂ. അച്ഛമ്മേ, ആ രാഖി സാഗറും ഒക്കെ കാഞ്ഞ വിത്തുകളാ. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയായ കുട്ടിയെ അല്പകാലത്തേക്കായാലും വന്ദനയ്ക്ക് വിട്ടുകൊടുത്തത് അത്ര നല്ല ഉദ്ദേശത്തോടുകൂടിയല്ല. അതിന് പിന്നിൽ എന്തോ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്.
കുടുംബത്തിന് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും എന്റെ മാധവനും ചന്ദ്രികയും കൂട്ടു നിൽക്കില്ല. നീ ഇവിടെ കയറി അടയിരുന്ന് അപകടം ഉണ്ടാക്കാതിരുന്നാ മതി. ദേവൻ പോയി. ശ്ശെ. എനിക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണം. എനിക്ക് അവരെ കാണണം. മോൾക്കറിയാതെ മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, അച്ഛനെയും അച്ഛമ്മയും കണ്ടാ മതി. മോളെ, അച്ഛനും അച്ഛമ്മയും ദൂരെയുള്ള ഒരു അമ്പലത്തില് വഴിപാട് കഴിക്കാൻ പോയിരിക്കുക. മോളൊന്ന് മയങ്ങി എണീക്കുമ്പോഴേക്കും അവര് വന്നോളും. മോള് കുറച്ചേരം കിടക്കാൻ നോക്ക്. വേണ്ട, എനിക്ക് കിടക്കണ്ട. വന്ദനമ്മ താരാട്ട് പാടിയ മോൾ ഉറങ്ങില്ലേ? ഇല്ല, എനിക്ക് അച്ഛമ്മയുടെ പാട്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ. എനിക്ക് അച്ഛമ്മേനെയും അച്ഛനെയും വേണം. നോക്ക്, അമ്മ പറയുന്നത് മോൾ അനുസരിക്കുന്നില്ലല്ലോ. ഇല്ല. ശരി, ഒരു കാര്യം ചെയ്യാം. മോളെ സാഗരങ്ങളുടെ ത്യാഗേന്റെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കാം. വേണ്ട അമ്മേ, എനിക്ക് അവരെ പേടിയാ. എനിക്ക് വന്ദനാമ്മയുടെ ഒപ്പം കഴിഞ്ഞാ മതി. എങ്കിൽ മോള് കുറച്ചു നേരം കിടക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. കിടക്ക്. നല്ല മോളല്ലേ? വാ. ഇനി വാ, ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.